ഗാഠനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ നിന്ന് ഒന്നെടുത്ത് അതിൽ മാംസം പിടിപ്പിച്ച ഒരു സ്ത്രീയായി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ കഴിയും. അവരിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ കഴിയുന്ന നല്ല മാതൃകകളാണ് അവരിൽ പലരും. നമുക്ക് മാതൃകയാക്കാവുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളെ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. IPC എബനേസർ വെണ്ണിക്കുളം സഭ വുമൻസ് ഫെലോഷിപ്പ് അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ സ്ത്രീ രത്നങ്ങൾ. സാറ. വിശ്വാസിയുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവെന്ന് അറിയപ്പെടുന്ന സ്ത്രീരത്നമാണ് സാറ. മിറിയ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച് കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ ഒപ്പം നിന്ന ധീരവനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന് പാടിയത് യഹോവയ്ക്ക് പാടുവി, അവൻ മഹോന്നതൻ. രാഹാബ്. ദേശം ഒറ്റുനോക്കുവാൻ പോയ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് വേറൊരു വഴിയായി രക്ഷപ്പെടുത്തി അവിശ്വാസികളോടുകൂടെ നശിക്കാതെ തന്റെ പ്രവൃത്തികളാൽ വിശ്വാസ വീരരുടെ ഗണത്തിൽ എത്തപ്പെട്ട ധീരവനിത. ചുവപ്പ് ചരടിനാൽ അവൾ തന്റെ ജീവിതം തന്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുവാൻ ഇടയായിട്ടുണ്ട്. ദബോര. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകയായ ഏക ന്യായാധിപ ദബോര. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരെയുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വരണമെന്ന് ബാരാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവ്വം ബാരാക്കിനോടും സൈന്യത്തോടുമൊപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. റൂത്ത് നവോമി. റൂത്ത് യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബി സ്ത്രീയായ റൂത്ത് തന്റെ ദൈവഭക്തിയും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ ഇടം പിടിച്ചു. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോൾ റൂത്ത് അമ്മാവി അമ്മയായ നവോമിയോട് പറ്റുന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ച റൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. നവോമി. ബെത്ലഹേമിൽ നിന്ന് മോവാബിലേക്ക് പോയ നവോമിയും കുടുംബത്തിനും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായി. തിരിച്ച് ബെത്ലഹേമിൽ വന്നപ്പോൾ നവോമി എന്ന് വിളിച്ചവരോട് എന്നെ നവോമി എന്നല്ല മാറ എന്ന് വിളിപ്പീ എന്ന് പറഞ്ഞു. എന്നാൽ അവളുടെ മാറായെ മാറ്റി യേശു കർത്താവിനെ വെല്ലുവിളിച്ചയാകുവാൻ അവൾക്ക് കഴിയും. ഹന്ന. ഇസ്രായേലിലെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. തന്റെ പ്രതിയോഗിയായ പെനിന്നയുടെയും തന്നെ മനസ്സിലാക്കാൻ കഴിയാത്ത ഏലി പുരോഹിതന്റെയും മുൻപിൽ പക്വതയോടെ നിന്നതിൽ ദാൻ മുതൽ ബെർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാകുവാൻ തന്റെ മകൻ ശമൂവേലിന് സാധിച്ചു. അബീഗേൽ. കർമ്മേലിലെ മഹാധനികനായ നാബാലിന്റെ ഭാര്യ ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും
സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീരവനിത. എസ്തേർ. അഹശ്വേരോസ് രാജാവിന്റെ ഭാര്യയായ എസ്തേർ തന്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒട്ടും മതിമറന്ന് ആഹ്ലാദിക്കാതിരുന്നവൾ, തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും സ്വജനത്തിന്റെ രക്ഷയ്ക്കായി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയ എലിസബത്ത്. യോസഫിന് വേണ്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന മറിയയുടെ അടുക്കൽ ദൂതൻ ചെയ്തു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞപ്പോൾ ഭ്രമിച്ചു പോയെങ്കിലും ദൂതന്റെ വാക്കിനാൽ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്ത മറിയ സ്വന്തം മകനെ ലോകത്തിന്റെ പാപപരിഹാര ബലിയായി സമർപ്പിച്ച ത്യാഗത്തിന്റെ ഉറവിടം. എലിസബത്ത്. അബിയാക്കൂറിൽ സെക്കറിയാവ് എന്ന പേരുള്ള പുരോഹിതന്റെ ഭാര്യയായ എലിസബത്ത് കർത്താവിന് വഴിയൊരുക്കുവാനായി ദൈവം അയച്ച യോഹന്നാൻ സ്നാപകന്റെ അമ്മ. ദൈവസ്ഥലിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്ന ഉത്തമ സ്ത്രീയായിരുന്നു എലിസബത്ത്. മറിയയും എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ എലിസബത്തിന്റെ ഉള്ളത്തിൽ പിള്ള പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് തുള്ളുവാനിടയായിരുന്നു. ഹന്ന പ്രവാചകി. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി വളരെ വയസ്സ് എന്നിട്ടും ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു ദൈവത്തെ സ്തുതിച്ചു പോന്നു. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിയും. ശമരിയാക്കാരത്തി സ്ത്രീ. യേശു മശിഹയാണെന്ന് തിരിച്ചറിഞ്ഞ ശമരിയാക്കാരത്തി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരുവാൻ വന്ന കാര്യം പോലും മറന്ന് തന്റെ പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്നു ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിച്ചു. അവളുടെ വാക്ക് കേട്ട് പട്ടണത്തിലെ ജനം പുറപ്പെട്ട് യേശുവിനെ കാണാനെത്തി. മാർത്തയും മറിയയും. മാർത്ത യേശു സ്നേഹിച്ച ബെഥാനിയിലെ ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ വചനങ്ങൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനക്കലിങ്ങിയും ഇരുന്നു. യേശുവിന്റെ സന്ദർശനം ആശ്വാസം തന്നെയായിരുന്നു മാർത്തയ്ക്ക്. തനിയെ ശുശ്രൂഷ ചെയ്യുന്നതിൽ പലപ്പോഴും പരാതി ഉണ്ടായിരുന്നുവെങ്കിലും യേശുവിനെ സ്നേഹിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും സന്തോഷവതിയായിരുന്നു മാർത്ത. മാർത്തയുടെ അതിഥി സൽക്കാരം ഏത് സ്ത്രീക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. മഗ്ദലക്കാരത്തി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മഗ്ദലക്കാരത്തി മറിയ തന്നിലുണ്ടായിരുന്ന 7 ഭൂതങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയാൽ വിട്ടുപോയതിനാൽ യേശു കർത്താവിനോടുള്ള സ്നേഹം അവളിൽ കൂടി. മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറയ്ക്കൽ ഓടിയെത്തിയ മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കാൻ യേശു ചുമതലപ്പെടുത്തിയത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മഗ്ദലക്കാരത്തി മറിയ. തബീത. വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തവേ യോപ്പക്കാരത്തിയായ തബീത. അവളുടെ ദേശക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവൾ. കുപ്പായങ്ങളും ഉടുപ്പുകളും തയ്ച്ചു കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവൾ. അവളുടെ സൽപ്രവൃത്തികൾ എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. പ്രിസ്കില്ല. പൗലോസിന്റെ കൂട്ടുവേലക്കാരിയായ അക്വിലാവിന്റെ ഭാര്യ പ്രിസ്കില്ല പൗലോസിന് തന്റെ പ്രാണന് വേണ്ടി കഴുത്തു വെച്ചു കൊടുത്ത ശുശ്രൂഷകയായ പ്രിസ്കില്ല. വളരെ പ്രശംസ അർഹിക്കുന്ന പ്രിസ്കില്ല എന്ന സഹോദരി. കെങ്കരെ സഭയിലെ ശുശ്രൂഷക്കാരത്തി ഫേബ. കെങ്കരെ സഭയിലെ ശുശ്രൂഷക്കാരി
വേശ്യക്കാരത്തി ഫേബ പൗലോസ് അപ്പോസ്തലനും കൂടെയുള്ള വിശുദ്ധന്മാർക്കും അവളാൽ കഴിയും വിധം സഹായം ചെയ്യുന്നു. ഫേബയെ നാം എപ്പോഴും നല്ല പ്രവൃത്തികൾക്കായി സ്മരിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2:4-5 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതികൃത്യവുമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം. സദൃശ്യവാക്യം 4:2 പറയുന്നത്, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലും സുവിശേഷവേലയിൽ പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ച് കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിച്ചവരായി രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി തീർന്ന് ചരിത്ര പുസ്തക താളുകളിൽ നമ്മുടെ പേരുകളും രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് ഒരുങ്ങാം. മാറാനാഥ.